ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭക്തിപടം ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഒരു അപരാധപ്പടമായി മാറിയ ഒരു പടത്തിനെ കുറിച്ചാണ്. പടം തുടങ്ങുന്നത് ഒരു ഹോസ്പിറ്റലിൽ കുറച്ച് പേഷ്യൻസിന് കാട്ടിയിട്ടാ. നിങ്ങൾ ആ സൈഡിൽ ഇരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനൊന്ന് നോക്കിക്കോട്ടെ. അവനാണ് ഈ പടത്തിലെ കാലൻ. മധുരമനോഹരമനോജ്ഞനായ ചെറുപ്പക്കാരൻ. അത് കഴിഞ്ഞിട്ട് ഈ സിനിമയിലെ നായകനായിട്ടുള്ള നമ്മുടെ ദാരിദ്ര്യം സ്റ്റാറിന്റെ വീട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോൺ ഷോട്ടൊക്കെ കാണിക്കും. ക്യാമറ പൊങ്ങി വരുന്നു സാർ. സീനൊന്ന് പകൽ, കിഴക്കേ പാടമെന്ന അതിമനോഹരമായ ഒരു ഗ്രാമം. ഹോളിവുഡ് ലെവലിൽ മേക്കിംഗ് തന്നെ സമ്മതിച്ച്. പിന്നെ നമ്മുടെ ദാരിദ്ര്യം സ്റ്റാറിന് ഒരു പൊണ്ടാട്ടിയുണ്ട്, ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിന് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ദാരിദ്ര്യം സ്റ്റാർ ഒരു മൂവി ഡയറക്ടറാ. മൂപ്പരെ ഫസ്റ്റ് പടം ഹിറ്റായി, പിന്നത്തെ 2 പടം പൊട്ടി. എടാ സാറില്ലടാ, അടുത്ത പടന്റെ കൂടെ ചെയ്യും, നമുക്ക് ഹാട്രിക് അടിക്കാം. പടം പൊട്ടിയതിന്റെ കലിപ്പിൽ നമ്മുടെ ദാരിദ്ര്യം സ്റ്റാർ ഗോഡിനെ മിഡിൽ ഫിംഗർ പൊക്കി കാണിക്കും. ദാരിദ്ര്യം സ്റ്റാർ ഇങ്ങനെ കാട്ടിയത് മോളിലിരിക്കണ ഗോഡ് ഇത് കാണും. എന്നിട്ട് ഗോഡുള്ള സ്ഥലം നമ്മളങ്ങനെ കാണിക്കും. ഏതാണ്ട് ജിംനിയിൽ പ്രോമിറ്റ് വെച്ചുണ്ടാക്കിയ വീഡിയോ. ഇതൊരു 2 മിനിറ്റ് നമ്മളെ കാണിക്കും. അയ്യേ, നിങ്ങൾ ഭയങ്കര മേക്കിങ് എന്നെ, സമ്മതിച്ചൂടെ, മതി. പിന്നെ അവിടെ ഗോഡണ്ണനെ കാണിക്കും. അവിടെ കുറെ ബുക്കുകളുണ്ട്. അല്ല, ഈ ബുക്കൊക്കെ എയറിലാണല്ലോ, പിന്നെ എന്തിനാ അവിടെ ബുക്ക് ഷെൽഫ് വെച്ചേക്കണെങ്ങേര്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പിന്നെ നമ്മുടെ ഗോഡണ്ണൻ നമ്മുടെ ദാരിദ്ര്യം സ്റ്റാർ മിഡിൽ ഫിംഗർ പൊക്കി കാണിക്കണ കണ്ടിട്ട് ഈഗോ ഹേട്ടായിട്ട് നാട്ടിൽ പോയിട്ട് അങ്ങേരെ കാണും ഈ ചീള് കേസിനൊക്കെ. എന്നിട്ട് ഈ പടത്തിന്റെ തുടക്കത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങേരെ ഒന്നും മൈൻഡ് ചെയ്ത് പോയില്ല. എന്നിട്ട് ഈ മിഡിൽ ഫിംഗർ കാട്ടിയ ആളെ പോയിട്ട് ഇങ്ങേര് കണ്ടു. ഒരു പ്രത്യേക തരം ഗോഡ് തന്നെ അല്ലേ. പിന്നെ നമ്മുടെ ഗോഡണ്ണൻ ദാരിദ്ര്യം സ്റ്റാറിനെ കൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിക്ക് പോയിട്ട് അവനെ കളിപ്പിക്കും. സാങ്കേതിക തികവിന്റെ കുടമാറ്റങ്ങളായി ഓരോ ചലച്ചിത്ര സൃഷ്ടിയും പരിണമിച്ചു. ചടുല വേഗങ്ങളുടെ പ്രചണ്ഡത ഓരോ സിനിമയും നിലനിർത്തി. എ പ്രമോദ് പാപ്പനിക് അപ്രോച്ച് എന്ന തലവാചകത്തോട് നീതി പുലർത്തി എല്ലാ ചലച്ചിത്രങ്ങളും. പിന്നെ ഗോഡണ്ണൻ നമ്മുടെ ദാരിദ്ര്യം സ്റ്റാറിന്റെ മിഡിൽ ഫിംഗർ വാനിഷ് ആക്കിയിട്ട് അവനെ ഒന്ന് പേടിപ്പിക്കും. പിന്നെ ഇത്രയൊക്കെ കാട്ടി കൂട്ടിയിട്ട് നമ്മുടെ ദാരിദ്ര്യം സ്റ്റാറിന് ഇത് ഗോഡാണെന്ന് മനസ്സിലാവില്ല. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനാ സ്പൈഡർമാൻ. കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. പിന്നെ ഗോഡണ്ണൻ അവനോട് ഒരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞിട്ട് ഇവര് വണ്ടിയിൽ പോവും. അപ്പോഴാണ് ഈ സിനിമയിലെ ഡ്രോൺ കൊണ്ടുള്ള അപരാധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെ കാണുമ്പോഴാണ് ഡ്രോണൊന്നും കണ്ടുപിടിക്കാനേ പാടില്ലായിരുന്നു എന്ന് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഗോഡണ്ണൻ ദാരിദ്ര്യം സ്റ്റാർ ഒരാളുടെ വിധി നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറയും. അതൊക്കെ ഓരോരുത്തരുടെ വിധിയാണ്, അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. വിധി മാറ്റാൻ പറ്റില്ല എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചാവാൻ പോണ ആൾക്കാർക്കൊക്കെ മിഠായി കൊണ്ടു കൊടുത്തിട്ട് അവരെ രക്ഷിക്കും. ഭയങ്കരമാണോ ഭയങ്കരം. അല്ല, ഈ മിഠായി ഒക്കെ കൊണ്ടു കൊടുക്കേണ്ട കാര്യമുണ്ടാ? നിങ്ങൾക്ക് ഇത് മോളി വെച്ച് തന്നെ ആൾക്കാരെ രക്ഷിക്കാൻ പറ്റില്ലേ? എനിക്ക് എന്റേതായ വഴികളുണ്ട്, ചില ഭ്രാന്തൻ ചിന്തകളും. പിന്നെ ചാവാൻ പോയ ആൾക്കാരെ രക്ഷിച്ച കാരണം അങ്ങോട്ട് കലിപ്പായിട്ട് ഫ്രീക്ക് കാലം വരും. ഇതൊരു ഫ്രീക്ക് കാലൻ ചെക്കൻ വരുന്നു, ബുള്ളറ്റിൽ വരുന്നു, മുടി പൊക്കി വെച്ച് ശ്രീകരുന്നു, ഹെൽമറ്റും വെക്കാതെ ചീറി വരുന്നു, ഹെൽമറ്റ് വെക്കാതെ വന്നാൽ MVD പിടിച്ചു കേസാക്കും, ഹെൽമറ്റ് വെക്കാതെ വന്നാൽ MVD പിടിച്ചു കേസാക്കും. കാലം പഴയ ആളൊന്നുമില്ലട്ടാ, ഹൈടെക്. പിന്നെ ഗോഡണ്ണം പറയും അപ്പുറത്തൊരു ചെക്കൻ ചാവാൻ പോണുണ്ട്, അങ്ങോട്ടാണ് കാലം പോണേ, നമുക്ക് അവനെ പോയി രക്ഷിക്കണമെന്ന് പറയും. എന്നിട്ട് അവരവിടെ എത്തുമ്പോഴേക്കും അവൻ ചാടും. പിന്നെ ദാരിദ്ര്യം സ്റ്റാർ ആ ചെക്കനെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് ചാടും. ഒന്നും പറയണ്ട മഹി, ഞാൻ ഒരുത്തനെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചതാ. അവനാണെങ്കിൽ ഒടുക്കത്തെ നീന്തലുകാരനും. അവ എന്നെ കൊണ്ട് നീന്തി വേറെ ഏതോ കരയെ ചെന്ന് കയറി. പിന്നെ ചാവാൻ പോയ ചെറുക്കൻ നമ്മുടെ ദാരിദ്ര്യം സ്റ്റാറിനോട് അവന്റെ ഫ്ലാഷ് ബാക്ക് പറയും. അവനൊരു ലവ് ഉണ്ട്. മനസ്സ് കൊട്ടായ അലുവ പോലെ സാപ്പിട്ട പോയ
പിന്നെ അവൻ പറയും അവളുടെ കൂടെ വീഡിയോ കോളൊക്കെ ചെയ്തത് വീട്ടുകാരറിഞ്ഞിട്ട് പോലീസിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവർ കുറെ പൈസ എന്നെ അടിച്ചു മാറ്റിയെന്ന് പറയും. പിന്നെ ഉമ്മാര് ഒരു 10 ലക്ഷം രൂപ കൂടി വേണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അങ്ങനെയാണ് അവൻ ചാവാൻ പോയെന്ന് ദാരിദ്ര്യം സ്റ്റാറിനോട് പോയി പറയും. എന്നിട്ട് ഇവര് ആ ബ്ലാക്ക് മെയിൽ ചെയ്ത ആൾക്കാരുടെ വീട്ടിൽ പോകും. എന്നിട്ട് എന്തിനെങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറയും എന്റെ മോൾക്ക് ചെറിയൊരു സർജറിയുടെ ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്തത്, ഞങ്ങൾ പാവങ്ങളാന്ന് പറയും. അതെ, പാവം ക്രിമിനൽസ്. പിന്നെ ഇവർ പറയും ഒരു 10 ലക്ഷം രൂപ ഞങ്ങൾ ഒരാളുടെ നിന്ന് കടം വാങ്ങിണ്ടായി, ആ പൈസ തിരിച്ചടയ്ക്കാനാണ് ഇവനെ വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്തതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ദാരിദ്ര്യ സ്റ്റാർ അന്ന് ആ കടം തന്ന ആളുടെ അടുത്ത് പോയിട്ട് നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറയും. എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ ദാരിദ്ര്യ സ്റ്റാറിന്റെ കൂട്ടുകാരനാണ് കടം കൊടുത്തവർക്ക്. എന്നിട്ട് അയാളോട് കടം കൊടുത്ത പൈസ ഒന്നും തിരിച്ചു വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 2 മിനിറ്റ് ഉപദേശിക്കും. അല്ല, കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കണേന് എന്താ ഇത്ര വലിയ പ്രശ്നം? ഞാൻ നിരപരാധിയാണല്ലോ, സത്യം തെളിയും, സത്യമേത ജഗതേ ജയഹേ ജനത എന്നൊക്കെ പറയുന്നു ഞാൻ. പിന്നെ മറ്റേ ആള് പറയും ആ 10 ലക്ഷം രൂപ ദാരിദ്ര്യ സ്റ്റാർ എനിക്ക് കടം തന്ന പൈസ എടുത്തിട്ട് അവന്മാർക്ക് കൊടുത്തേന്ന് പറയും. ഇത് കേൾക്കുമ്പോ ദാരിദ്ര്യ സ്റ്റാർ മോളിക്ക് നോക്കുമ്പോ ഗോഡിനെ കാണും. പിന്നെ ഗോഡ് പറയും കടം കൊടുത്ത പൈസ ഒന്നും തിരിച്ചു ചോദിക്കരുത്, പിന്നെ ആ ചെക്കനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ നിന്ന് വാങ്ങിയ പൈസ ഒന്നും അവർക്ക് തിരിച്ചു ചോദിക്കരുത്, അത് നിങ്ങൾ മറന്നേക്കെന്ന് പറയും. നിങ്ങളിപ്പോ ചോദിക്കുക ആ ചെറുക്കനെ ഭീഷണിപ്പെടുത്തി കൊല്ലാൻ നോക്കിയ ക്രിമിനൽസിനെ ഗോഡണ്ണൻ എന്താ സപ്പോർട്ട് ചെയ്യണേന്ന്? കാരണം ഇതൊരു പേട്ടപ്പാടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഗോഡണ്ണൻ പറഞ്ഞ മിഷനൊക്കെ പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ദാരിദ്ര്യം സ്റ്റാർ ഗോഡണ്ണൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊരാഗ്രഹം ഉണ്ട്, എൻ്റെ മോളൊന്ന് സംസാരിക്കണം എന്ന് പറയും. അപ്പൊ ഗോഡണ്ണൻ നീ പടം കിട്ടാവണം കാര്യമല്ലേ, നീ എന്നോട് ആദ്യം വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കുള്ളൂ എന്ന് പറയും. എന്നിട്ട് ദാരിദ്ര്യം സ്റ്റാർ ദാരിദ്ര്യം പിടിച്ചിട്ട് മോളെ ചെന്ന് കണ്ട് കുറച്ചു നേരം കരയും. അപ്പൊ ഗോഡണ്ണൻ സർപ്രൈസ് ആയിട്ട് മോളുടെ സൗണ്ടൊക്കെ സെറ്റാക്കും. ദാരിദ്ര്യ സ്റ്റാർ ഇത് കണ്ട് ഹാപ്പി ആയിട്ട് ഗോഡണ്ണൻ ചെന്ന് കണ്ടിട്ട് താങ്ക്സ് പറയും. ഗോഡണ്ണൻ എന്നിട്ട് കമ്പിത്തിരി കത്തണമാതിരി കത്തി നിൽക്കും. അങ്ങനെ പടം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സെക്കൻഡ് പാർട്ടിനുള്ള കാര്യങ്ങൾ നമ്മളെ കാണിക്കും. ഒരു അട്ടപ്പാടിയിലുള്ള ഒരു സയന്റിസ്റ്റിനെ. ഈ അട്ടപ്പാടി എന്ന് പറയുന്നതേ ജസ്റ്റ് കണ്ടുപോകാനുള്ള സ്ഥലമല്ല, അതനുഭവിച്ചറിയാനുള്ളത്. അല്ല, ഈ അട്ടപ്പാടി അണ്ണൻ ഇപ്പൊ എല്ലാ പേട്ടപ്പടത്തിലും ഉണ്ടല്ലേ. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം, കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. മൂപ്പര് അടുത്ത പടത്തിൽ ഓപ്പൺ ഹൈമറായിട്ട് അഭിനയിക്കണേന്ന് തോന്നുന്നുണ്ട്. ഭൂമിയൊക്കെ ഇല്ലാണ്ടാക്കാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ ചെയ്യാൻ പോണത് ഒരുപാട് പേരുടെ ജീവൻ എടുക്കും. Still you want to do this? I don't care about any fucking lives. എന്താണ്ടാ ഞാൻ കുറച്ചങ്ങോട്ട് മാറി നിന്നപ്പോ നീയൊക്കെ കൂടെ സീനാക്കണം. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 20 മിനിറ്റത്തെ ഷോർട്ട് ഫിലിമിന് തീർക്കേണ്ട പടം ഒരു 2 മണിക്കൂർ വലിച്ചു നീട്ടാനായിട്ട് മാക്സിമം അവർ യൂസ് ചെയ്തേക്കുന്നത് ഡ്രോൺ ഷോട്ടാണ്.